ഗാസയിലെ വെടിനിർത്തൽ തുടരുന്ന കാര്യത്തിൽ നിർണായക നിലപാട് സ്വീകരിക്കാൻ ഇസ്രായേൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലഫോണിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇസ്രായേലിൻ്റെ ഏത് നിലപാടിനും പൂർണ്ണ പിന്തുണ അമേരിക്കൻ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തലിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുന്ന സാഹചര്യത്തിൽ രണ്ടാം ഘട്ടത്തിന് ചർച്ചകൾക്ക് ഇസ്രായേൽ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. രണ്ടാം ഘട്ട ബന്ദിമോചന ചർച്ചകൾക്കായി ഇതുവരെ ഇസ്രായേലിൻ്റെ പ്രതിനിധി സംഘം കെയ്റോയിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ തീയതികൾ നിശ്ചയിക്കാൻ മധ്യസ്ഥരായിട്ടുള്ള ഖത്തറും ഈജിപ്തും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഷിരി ബിബാസിൻ്റെ മൃതശരീരത്തിന് പകരം അജ്ഞാത പാലസ്തീൻ യുവതിയുടെ മൃതശരീരം ബോധപൂർവം ഇസ്രായേലിലേക്ക് അയച്ചതും പിന്നീട് ഇത് വിവാദമായപ്പോൾ ഷിരി ബിബാസിൻ്റെ യഥാർത്ഥ മൃതശരീരം പിന്നീട് നൽകിയതും 2 പിഞ്ചു കുട്ടികളെ അടക്കം അതിക്രൂരമായി ഹമാസിൻ്റെ ഭീകരന്മാർ കൊലപ്പെടുത്തിയെന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇസ്രായേലിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നിരയിലെ മുഴുവൻ നേതാക്കളും ഹമാസിനെതിരെ ഒരിക്കൽ കൂടി യുദ്ധം പ്രഖ്യാപിക്കണമെന്ന, യുദ്ധം നടത്തണമെന്ന ആവശ്യക്കാരാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഈ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ സത്യത്തിൽ താല്പര്യമില്ല. കാരണം ജീവനോടെയുള്ള ബന്ദികളിൽ ഏറെക്കുറെ പേർ തിരികെ എത്തി എന്നുള്ള കണക്കുകൂട്ടലാണ് ഷിൻബെറ്റിനും മൊസാദിനുമുള്ളത്. ഇനിയും അധികം ബന്ദികൾ ജീവനോടെ ഹമാസിൻ്റെ പക്കൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിനകം തന്നെ 34ഓളം പേർ ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് പകരമായി 1400ഓളം പാലസ്തീൻ യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേലും വിട്ടു നൽകി. അത് വിട്ടു നൽകിയതിൽ നിരവധി പേർ ഹമാസിൻ്റെ കൊടും കുറ്റവാളികളാണ്. ജീവപര്യന്തം ശിക്ഷയ്ക്ക് ഇസ്രായേൽ ജയിലിൽ വിധിക്കപ്പെട്ടവരെയാണ് ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അധികം ബന്ദികൾ ജീവനോടെ ഹമാസിൻ്റെ പക്കൽ ഇല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ ബന്ദിമോചനത്തിൻ്റെ പേരിൽ ഹമാസിൻ്റെ കൊടും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്നുള്ള സൂചനകൾ ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കംപ്ലീറ്റ് ആയിട്ടൊരു യുദ്ധം, അവസാനവട്ട യുദ്ധം ഈ ഹമാസിനെതിരെ ഗാസയിൽ നടത്താനുള്ള നീക്കമാണിപ്പോൾ ഇസ്രായേൽ ആലോചിക്കുന്നത്. ഈ ബന്ദിമോചനം സംബന്ധിച്ച കരാറുകൾ നീട്ടിക്കൊണ്ടുപോവുകയും വെടിനിർത്തൽ കരാറുകൾ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നതിനിടയിൽ ഇനിയും ചാവേറാക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിന് സമീപം നടന്ന ബസ് ബോംബ് ആക്രമണം, അതിന് സമാനമായ ആക്രമണങ്ങൾ നിരന്തരമായി ഇസ്രായേലിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വെടിനിർത്തൽ കരാറിൻ്റെ സാഹചര്യത്തിൽ അതിർത്തികളിൽ നിന്ന് ഇസ്രായേൽ അല്പം പിന്മാറിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി സംവിധാനത്തിൽ ഒരു അയവുണ്ടായിരിക്കുന്നു. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇറാൻ്റെ സാമ്പത്തിക സൈനിക സഹായത്തോടു കൂടി ഈ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും, എന്തിനേറെ പറയുന്നു ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ ചാവേർ സംഘങ്ങൾ ഇസ്രായേലിലേക്ക് കടന്നു കയറാനുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. ആ സാഹചര്യത്തിൽ ഇനിയും അത്തരം കടന്നാക്രമണങ്ങളെയും ഒക്ടോബർ 7-ന് സമാനമായ മിന്നലാക്രമണങ്ങളെയും ചാവേറാക്രമണങ്ങളെയും കൂട്ടക്കുരുതികളെയും സ്വീകരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിന് നിന്നു കൊടുക്കേണ്ടതില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ അതിർത്തികളിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുകയും ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് പോകണമെന്നാണ് ഇസ്രായേൽ ഭരണകൂടത്തിന് തന്നെ പ്രധാനികളുടെയൊക്കെ ചിന്ത. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അത്തരം ചിന്താഗതിയുള്ള ആളാണ്. ഇസ്രായേൽ കാറ്റ്സിൻ്റെ നിലപാടിനോട് ബെഞ്ചമിൻ നെതന്യാഹുവിനും വലിയ യോജിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ അധികം വൈകാതെ തന്നെ ഹമാസിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയേക്കും. 34ഓളം ബന്ദികൾ ജീവനോടെ ഇസ്രായേലിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് ഈ നിലപാട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്ത ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ശരീരഭാഷ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ വികാരഭരിതനായി, ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത തരത്തിൽ തേങ്ങിക്കൊണ്ട്, വിതുമ്പിക്കൊണ്ട്, കണ്ണീരരിഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അദ്ദേഹം ഇസ്രായേലുകൾക്ക് മാത്രമല്ല, ലോകത്തെ മനുഷ്യ സ്നേഹികൾക്ക് മുഴുവൻ ഒരു വാക്ക് നൽകിയിരിക്കുന്നു. ഈ ബിബാസ് കുടുംബത്തോട് ഈ കൊടും ക്രൂരത ചെയ്ത, ഈ 2 പിഞ്ചു കുട്ടികളോട് ഈ കൊടും ക്രൂരത ചെയ്ത ഏത് നീചന്മാർക്കും, ഏത് രാക്ഷസന്മാർക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല.
അതുകൊണ്ട് തന്നെ അവരെ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യേണ്ടത് ഇസ്രായേലിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ ആവശ്യമാണ്. അത് നടത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ആ നീക്കത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്, ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഹമാസിനെതിരെയുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതേസമയം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു, ഇസ്രായേൽ യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകും. ഇസ്രായേലിൻ്റെ നിലപാട് എന്തായാലും, ഇസ്രായേലിൻ്റെ തീരുമാനം എന്തായാലും അതിനോടൊപ്പം സമ്പൂർണ്ണമായി നിലയുറപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ കടമ. അത് നിറവേറ്റാൻ അമേരിക്ക കൂടെ ഉണ്ടാകുമെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. ട്രംപിൻ്റെ നിലപാട് തന്നെയാണ് മാർക്കോ റൂബിയോ വെളിപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം ഗാസയിലേക്ക് ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയുണ്ട്. നിലവിലെ ബന്ദിമോചന ചർച്ചയ്ക്ക് പ്രധാന ഇടനിലക്കാരായ ഖത്തറിനും ഈജിപ്തിനും ഈ സാഹചര്യത്തിൽ വലിയ റോളൊന്നുമില്ല. കാരണം ഹമാസ് നടത്തിയ അത്രത്തോളം ക്രൂരമായ ഇടപെടലുകളാണ് ബന്ദിമോചനത്തെ പോലും വലിയ ഷോയാക്കി. ബന്ദിമോചനത്തിലെത്തിയ ആളുകളെ ഭീഷണിപ്പെടുത്തി, ബന്ദികളെ ഭീഷണിപ്പെടുത്തുന്നു. കൂടാതെ കൊലപ്പെടുത്തിയ ബന്ദികളുടെ മൃതശരീരങ്ങളോട് പോലും അനാദരവ് കാട്ടി, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി, മൃതദേഹം കൊണ്ടുവന്ന പേടകത്തിനുള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചിത്രങ്ങൾ പതിപ്പിച്ചു. ആ പേടകത്തിൻ്റെ പുറത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ചിത്രങ്ങൾ പതിപ്പിച്ചു. അങ്ങനെ നിഷ്ഠൂരവും നീചവുമായ നടപടികളാണ് ഈ ഹമാസിൻ്റെ ഭീകരന്മാരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലോകം കണ്ടത്. ഇതോടുകൂടി തന്നെ ഖത്തറും ഈജിപ്തും ഒക്കെ ആകെ പ്രതിരോധത്തിലായിരിക്കുന്നു. ഇനി ഹമാസിനെ പിന്തുണച്ച് അവർക്ക് പരസ്യമായി രംഗത്ത് വരാൻ കഴിയാത്ത സാഹചര്യം. ഇറാൻ ആകട്ടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാക്രമണത്തിന് മുതിർന്നാൽ അമേരിക്കയുടെ തിരിച്ചടി ഇറാനിലേക്ക് ഉണ്ടാകും. ഹിസ്ബുള്ള ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹൂതികൾക്ക് പഴയ കരുത്തില്ല. സിറിയയിൽ നിന്ന് ആയുധങ്ങൾ ആർക്കും ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിന് വളരെ നിഷ്പ്രയാസമാണ്. അത് അമേരിക്കയുടെ ആഗ്രഹമാണ്. അത് ട്രംപിൻ്റെ ആവശ്യമാണ്. ഗാസ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ, ഗാസയിലെ പാലസ്തീനികളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കണമെങ്കിൽ ഹമാസിൻ്റെ പൊടി പോലും ഗാസയിൽ ഉണ്ടാകരുത്. അങ്ങനെ സമ്പൂർണ്ണമായ ഹമാസിൻ്റെ നാശം ഗാസയിൽ നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേലും അമേരിക്കയും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലേക്ക് വമ്പൻ ചാവേർ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി തന്നെ നൽകുന്നു. ആ ചാവേർ ആക്രമണങ്ങൾക്ക് നിന്നുകൊടുക്കാതെ എതിരാളികൾക്ക് മേൽ വമ്പിച്ച വിജയം നേടുക എന്നുള്ളതാണ് നെതന്യാഹു ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയം.